15 വർഷം കഴിഞ്ഞിട്ടല്ല പിന്നീട് പഠിക്കുന്നത്. അതെ അതെ അപ്പൊ ഒരു ഭയം ഉണ്ടാവില്ലേ, പഠിക്കാൻ പറ്റുമോ, എന്നെ കൂടെ താങ്ങുമോ, ഇത് പൂർത്തീകരിക്കാൻ പറ്റുമോ, അങ്ങനത്തെ കുറെ ഡൗട്ട് ഉണ്ടാവില്ലേ? ഉണ്ടായിരുന്നു. പഠിച്ചു കഴിഞ്ഞപ്പോ എന്ത് ഫീൽ ചെയ്ത്? അങ്ങനെ ഓ എന്താ പറയാ നമ്മള് അതേ ഫീല് സാധ്യമാവെന്ന് തോന്നിയാ ജോയിൻ ചെയ്ത് ക്ലാസ് ഒക്കെ തുടങ്ങിയ സമയത്ത്? അതെ നമ്മളിപ്പോ പണ്ട് എങ്ങനെയാണോ നമ്മളെ ലൈഫ് കൊണ്ടുപോയിട്ടുള്ള പഠിക്കുന്ന സമയത്ത് സ്റ്റുഡന്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് എങ്ങനെയാണോ കൊണ്ടുപോയത് അതേ ലെവലിലായിരുന്നു കൊണ്ടുപോയിട്ടുള്ളത്. നല്ലൊരു ഫീലിങ്സ് ആയിരുന്നു. ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴും നമ്മളൊരു ക്ലാസ്സിൽ ഇരിക്കുന്ന അതേ ഫീലിംഗ് നമ്മൾ ഈ ആപ്പിലൂടെ കിട്ടിയാണ്ടിരുന്നില്ലേ? അതെ അതെ. പിന്നെ എന്നോടൊക്കെ ചോദിക്കും, എൻ്റെ മക്കൾ ചോദിക്കും, ഉമ്മ സ്റ്റുഡൻ്റ് ആയപ്പോഴും പറഞ്ഞ അങ്ങനെ പഠിക്കുന്നതിന് നമുക്ക് ഏജ് ലിമിറ്റ് ഇല്ലാന്ന് ഇപ്പോഴും മനസ്സിലായി. നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മളെവിടെ പഠനത്തിന് ഒരിക്കലും ഏജ് ലിമിറ്റ് ഇല്ല. അതെ അതെ. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വിസിന്റെ യാത്രയിൽ തന്നെ 60 വയസ്സ് ആയിട്ടുള്ള ആളുകൾ പഠിച്ചിട്ടുണ്ട്. അതെ അതെ. 60 വയസ്സ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ നിങ്ങൾ പഠിക്കണമെന്ന് ചോദിച്ച സമയത്തിനോട് പറഞ്ഞ് എനിക്ക് എന്റെ സ്വയം മരുമക്കളെ അല്ലെങ്കിൽ പേരക്കുട്ടികളെ എനിക്ക് നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുണ്ട്. കുട്ടികളെ പോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികളെ പോലെ തന്നെ സ്വയം വീട്ടിലെ മക്കളെ നോക്കാൻ പോലും നമ്മുടെ കോഴ്സുകൾ ഉപകാരപ്പെടുന്നുണ്ട്.